ഇതാണ് ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ഡിറക്ഷൻ. ഇതിൻ്റെ സ്പ്രോക്കറ്റ് വണ്ടിയുടെ ടോർക്ക് കാരണം ഫ്രണ്ടിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെയിൻ സ്പ്രോക്കറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. പൾസർ സീരീസ് അല്ലെങ്കിൽ ഏതൊരു ബൈക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും ചെയിൻ സ്പ്രോക്കറ്റ് ഇഷ്യൂസ് എല്ലാവർക്കും വരുന്നതാണ്. നമ്മളൊരു പുതിയൊരു ചെയിൻ ഇട്ട് വണ്ടിയിലേക്ക് ഒരു 10,000 to 15,000 കിലോമീറ്റർ ആകുമ്പോഴേക്കും ചെയിൻ സൗണ്ട് വരാൻ തുടങ്ങും. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ബൈക്കാണെങ്കിലും കമ്പനി 10,000 to 15,000 കിലോമീറ്ററിലാണ് ചെയിൻ സ്പ്രോക്കറ്റ് മാറാൻ പറയാറ്. പക്ഷേ ചിലർക്ക് അതിന് മുമ്പ് തന്നെ ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് NS200 സീരീസ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എന്താ വെച്ചാൽ ഒരു 15,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ ചെയിന് സൗണ്ട് വരാൻ തുടങ്ങും. പിന്നെ അധികം പൊതുവായിട്ട് കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് ചെയിന് ഹാഫ് ടൈറ്റ് ഹാഫ് ലൂസായി വരുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ സ്പ്രോക്കറ്റ്സ് ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ വൈബ്രേഷൻസ് കൂടി വരും, പ്രത്യേകിച്ച് ഫുഡ് പെഗിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ചെയിൻ ഹാഫ് ടൈറ്റ് ഹാഫ് ലൂസ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ചെയിൻ ഇടയ്ക്കിടെ ടൈറ്റ് ആകുന്നതാണ്. നമ്മളിപ്പോൾ ഓപ്പൺ ഓറിങ് ചെയിൻ ആണെങ്കിൽ ഒരു 500 കിലോമീറ്റർ ആകുമ്പോൾ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യും. അതേസമയം തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ ചില ആൾക്കാർ ചെയിൻ ടൈറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്പ്രോക്കറ്റും ചെയിനും ഒക്കെ കംപ്ലൈൻറ്റ് വരും. അങ്ങനെ ചെയിൻ ഹാഫ് ടൈറ്റ് ഹാഫ് ലൂസ് എന്നുള്ള ആ ഒരു കണ്ടീഷൻസിലേക്ക് മാറും. പിന്നെ ചെയിൻ സൗണ്ട് വരാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സ്പ്രോക്കറ്റാണ്, പ്രത്യേകിച്ച് ഫ്രണ്ട് സ്പ്രോക്കറ്റ്. ഏതൊരു വണ്ടിയുടെയും ഫ്രണ്ട് സ്പ്രോക്കറ്റാണ് റിയർ സ്പ്രോക്കറ്റിനേക്കാളും റൊട്ടേഷൻസ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ, റിയർ സ്പ്രോക്കറ്റ് ഒരു വട്ടം കറങ്ങുമ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഒരു 2 to 2.5 ടൈംസ് കൂടുതൽ കറങ്ങും. അതുകൊണ്ട് തന്നെ വേറെ ടയർ കൂടുതലായിരിക്കും, അതായത് തേയ്മാനം ഫ്രണ്ട് സ്പ്രോക്കറ്റിന് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു വണ്ടിയും ഒരു 15,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഓൾമോസ്റ്റ് വോൺ ഔട്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. ടൂത്തൊക്കെ ബെൻഡായിട്ട് അല്ലെങ്കിൽ തേയ്മാനം വന്ന് തീർന്നു കാണും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ കുറഞ്ഞതൊരു 15,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴേക്കും ചെയിൻസ് മാറേണ്ടി വരാറുണ്ട്. കഴിഞ്ഞ 2 വട്ടം ഞാൻ 15,000 കിലോമീറ്റർ ആകുമ്പോൾ ചെയിൻ മാറിയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ 500 കിലോമീറ്റേഴ്സിന് ഞാൻ ചെയിൻ ടൈറ്റ് ആക്കാൻ നോക്കുമായിരുന്നു. ചെയിൻ എത്രത്തോളം സ്ലാക്നെസ് ഉണ്ട് അതനുസരിച്ച് ഞാൻ ചെയിൻ ടൈറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ചെയിൻ എനിക്ക് അധികം ലൈഫ് കിട്ടാറില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അധികം ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ലൈഫ് കൂടുതൽ കിട്ടി. ഓൾമോസ്റ്റ് അത് ഇൻവേഴ്സ് ആയിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. എത്രത്തോളം ഞാൻ മെയിൻറ്റെയിനൻസ് കുറച്ചു അത്രത്തോളം ചെയിൻ്റെ ലൈഫ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ വണ്ടിക്ക് ആദ്യം പറഞ്ഞ ഇഷ്യൂ, അതായത് ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ തേയ്മാനം കാരണം വണ്ടിക്ക് വൈബ്രേഷൻസ് ഫുഡ് പെഗിലും ഹാൻഡിൽ ബാറിലാണെങ്കിലും കൂടുതൽ വരാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയിൻ കംപ്ലീറ്റ് സെറ്റ് മാറാമെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു എനിക്കുണ്ടായത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഫ്രണ്ട് സ്പ്രോക്കറ്റാണ് വില്ലൻ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രം മാറ്റി നോക്കി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് സ്പ്രോക്കറ്റ് എവിടെ നിന്ന് കിട്ടുന്നുള്ള രീതിയിലായി അന്വേഷണം. ഞാൻ ഷോറൂമിൽ പോയി അന്വേഷിച്ച് നോക്കി. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രമായിട്ട് അവൈലബിൾ അല്ല, മൊത്തം ചെയിൻ സ്പ്രോക്കറ്റ് മേടിക്കണം. അങ്ങനെ ഓൺലൈനിലുള്ള കുറേ സ്റ്റോഴ്സ് നോക്കി അവസാനം 99rpm.com എന്നുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടി. ഒരു 99rpm.com എന്നുള്ള വെബ്സൈറ്റിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ മാത്രം പ്രൈസ് വരുന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു 180 or 200 റുപ്പീസിൻ്റെ ഉള്ളിലാണ്. ഒരു ഫുൾ ചെയിൻ സെറ്റ് മാറണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1,600 റുപ്പീസോളം ചാർജ് വരും. ഇതാണ് ഞാൻ അയച്ചെടുത്ത ഫ്രണ്ട് സ്പ്രോക്കറ്റ്. ഈ ഒരു സ്പ്രോക്കറ്റിൻ്റെ ടൂത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഫ്രണ്ടിലേക്ക് ഇതാണ് ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ഡിറക്ഷൻ. ഇതിൻ്റെ സ്പ്രോക്കറ്റ് വണ്ടിയുടെ ടോർക്ക് കാരണം ഫ്രണ്ടിലേക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് വന്നിട്ടുണ്ട്. കണ്ടോ സ്പ്രോക്കറ്റ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബെൻഡ് പോലും വണ്ടിക്ക് നല്ലോണം വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല നല്ല ചെയിൻ സൗണ്ട് ഉണ്ട്. വണ്ടിയുടെ ആ ഒരു സ്മൂത്ത്നെസ് വല്ലാണ്ടങ്ങ് പോയി കിട്ടും. വണ്ടി നല്ല ഹാർഷ് ആൻഡ് റഫായി മാറും. ചെറിയൊരു ബെൻഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം ബെൻഡ് ചെയ്ത് നോക്കിയാൽ ഒരു 1 ഡിഗ്രി പോലും ഉണ്ടാവില്ല, അത്രക്കും ചെറിയ ബെൻഡാണ്. പക്ഷേ വണ്ടിയുടെ പെർഫോമൻസിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഓക്കെ, ഈ സ്പ്രോക്കറ്റ് ഞാനാണ് മാറ്റിയത്. വീട്ടിൽ നിന്ന് ഞാൻ തന്നെ മാറ്റിയിട്ട് പുതിയ സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ ഒന്നിച്ച് ഞാൻ പുതിയ ചെയിൻ ലോക്ക് കൂടി വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്തു. ചെയിൻ ലോക്കിനൊരു 19 രൂപയാണ് അതിൻ്റെ റേറ്റ്. ആ ഒരു ചെയിൻ ലോക്ക് കൂടി വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വണ്ടി ഞാൻ ഓടിച്ച് നോക്കി. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞാൻ സ്പ്രോക്കറ്റ് മാറിയത്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഒരു 2 ഡേയ്സിൻ്റെ ഇൻ്റർവെല്ലിൽ ഞാൻ വണ്ടി ഓടിച്ചു. ഇന്ന് ഞാനൊരു 50 കിലോമീറ്റേഴ്സോളം ഓടിച്ച് വന്നു. ചെയിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്മൂത്താണ്. ഇതുവരെയൊക്കെ എൻ്റെ കമ്പനി ചെയിന്, വണ്ടിയിൽ നിന്നിട്ട ചെയിനും ബാക്ക് സ്പ്രോക്കറ്റും 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രമാണ് മാറിയത്. അതിനുശേഷം ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്
അത്രയ്ക്ക് സ്മൂത്താണ്. പുതിയൊരു ചെയിൻ സ്പ്രോക്കറ്റ് സെറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്നത് പോലെയാണ് ഉള്ളത്. ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നുള്ളത് വണ്ടി ഓടിക്കുമ്പോൾ. NS200 ഓടിക്കുന്ന അധികം ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ ഹാഫ് ടൈറ്റ് ഹാഫ് ലൂസ് ആവുന്ന പ്രശ്നം, പിന്നെ ഇതുപോലുള്ള സ്പ്രോക്കറ്റ് സൗണ്ട്, ചെയിൻ അടിക്കുന്ന സൗണ്ട്, പിന്നെ അതിൻ്റെ കൂടെ വേറൊരു സൗണ്ട് ചിലർ കേൾക്കാറുണ്ട്. പൾസർ അല്ല, ഏതൊരു വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ച് ബജാജിൻ്റെ വണ്ടിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ചെയിൻ ഓടിക്കുമ്പോൾ ഇടയ്ക്ക് ടിക് ടിക് എന്നുള്ള ഒരു സൗണ്ട് കേൾക്കും, എന്തോ മെറ്റൽ പൊട്ടാൻ പോകുന്നത് പോലുള്ളത്. ആ ഒരു സൗണ്ടിന് കാരണം ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ചെയിൻ സ്പ്രോക്കറ്റ് ആരെങ്കിലും മാറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ചെയിന് ഹാഫ് ടൈറ്റ് ഹാഫ് ലൂസ് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചെയിനും സ്പ്രോക്കറ്റ് സെറ്റും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും നല്ലത്. അതല്ല ഇതുപോലെ ടിക് ടിക് സൗണ്ടാണ്, ചെയിൻ വൈബ്രേഷനാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രമായിട്ട് മാറി നോക്കുക. ഒന്നിച്ച് ചെയിൻ്റെ ലോക്ക് കൂടി മാറുക. അത് മാറിയതിന് ശേഷം യൂസ് ചെയ്ത് നോക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായാലും നല്ലൊരു വ്യത്യാസം വരും. ഓക്കെ, ചെറിയൊരു എമൗണ്ടിൽ മെയിൻ്റെനൻസും പറ്റും. അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ചെയിൻ ലൈഫ് എന്നുള്ളത് പിന്നെ നമുക്കൊരു കുറഞ്ഞതൊരു 8,000-9,000 കിലോമീറ്റർ ഓടാനും പറ്റും. ഓക്കെ, നമ്മൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മൊത്തം ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ ഷോറൂമിൽ പോയിട്ട് ഈ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അവർ ചെയിൻ സ്പ്രോക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ മാത്രമേ പറയുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ബിസിനസ് ആയാലും ഏതൊരു കമ്പനി ആയാലും അവർക്ക് അവരുടേതായ ടാർഗറ്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മളൊരു ചെയിൻ സെറ്റ് മൊത്തം മാറുമ്പോൾ കുറഞ്ഞതൊരു $2,000 നമ്മളവിടെ പേ ചെയ്യണം. അപ്പോൾ അവരുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവായി നമ്മുടെ കയ്യിലുള്ള പൈസയും പോയി കിട്ടി. പക്ഷേ ആ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്ന് ഒരു 200-300 രൂപയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ സംബന്ധമായി എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യൂ, ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. ഞാൻ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ആൻസർ തരുന്നതായിരിക്കും. താങ്ക് യു.